നമസ്കാരം. ഗണേശനത് എന്തിൻ്റെ കുഴപ്പമാണ് എന്ന് പൊതുസമൂഹം ചോദിച്ചു തുടങ്ങും. എന്തിനാണ് ഇങ്ങനെയൊക്കെ പേരെടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ എന്നെപ്പോലൊരു മന്ത്രി ഈ രാജ്യത്തില്ലായിരുന്നു എന്ന് പറയിക്കുവാൻ വേണ്ടിയിട്ടാണോ? പക്ഷേ ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും, ജനങ്ങളെ കൊണ്ട് വല്ലാതെ വെറുപ്പിക്കുക തന്നെ ചെയ്യും ഗണേശ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതായത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കുറയ്ക്കണമെന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം പാലിക്കാൻ വേണ്ടി ഇല്ലാത്ത കോവിഡിൻ്റെ പേരിൽ 3 ലക്ഷം അപേക്ഷകളാണ് മോട്ടോർ വാഹന വകുപ്പ് തള്ളിയിരിക്കുന്നത്. COVID-19 കാരണം നിങ്ങളുടെ അപേക്ഷയുടെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോയിൻമെൻറ്റ് റദ്ദാക്കിയിരിക്കുന്നു. പുതിയ അപ്പോയിൻമെൻറ്റിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങളുടെ ഫീസ് സാധുവായി തുടരുക തന്നെ ചെയ്യും. വിവിധ ആർടിഒകളിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റ് തീയതി അനുവദിച്ചവർക്ക് ഇന്ന് അവർക്കൊക്കെ കിട്ടുന്ന SMS സന്ദേശമാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ ഈ സന്ദേശങ്ങൾ. ഇതുവരെ ലഭിച്ച അപേക്ഷകളെല്ലാം കോവിഡിൻ്റെ പേരിൽ തള്ളുകയാണ് എന്നും പുതിയ അപേക്ഷ സ്വീകരിക്കുക, നേരത്തെ അടച്ച ഫീസ് നിലനിർത്തിക്കൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയ് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിദിനം 30 കുറയ്ക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. നിലവിൽ 60 മുതൽ 120 വരെ ടെസ്റ്റുകൾ നടക്കാറുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവരെല്ലാം റോഡ് ടെസ്റ്റിന് അപേക്ഷ നൽകും. 2 മാസം വരെയുള്ള തീയതിയാണ് ഇവർക്കിപ്പോൾ നൽകിയിരിക്കുന്നത്. ആ സ്ലോട്ടുകളാണ് ഇപ്പോൾ റദ്ദാക്കിയത് എന്നുള്ളതാണ് പുതിയ വാർത്ത. CITUവിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട്, അതായത് CITU നേതാവായിട്ടുള്ള എളമരം കരീം മുഖ്യമന്ത്രിയുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളിലൊക്കെ ഈ പുതിയ പരിഷ്കാരങ്ങൾ തൽക്കാലം നിർത്തിവെക്കുക, ഒപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ജീവനക്കാരുമായിട്ടൊക്കെ ചർച്ച നടത്തുവാനും അന്ന് ധാരണയായിരുന്നു. രണ്ടിനും തയ്യാറാകാതെ താൻ കൊണ്ടുവന്ന പരിഷ്കാരവുമായി മുന്നോട്ട് പോവുകയാണ് ഗണേഷ് കുമാർ. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഫെബ്രുവരി 21 സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ മന്ത്രിയെ വഴിയിൽ തടയുമെന്നും സമരത്തിലേക്ക് നീങ്ങുമെന്നുമൊക്കെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ വർക്കേഴ്സ് യൂണിയൻ അടക്കം CITUവിൻ്റെ യൂണിയൻ അടക്കം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഗണേശന് കുലുക്കമില്ല, അനക്കമില്ല, അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ലേണേഴ്സ് എടുത്തു പോയല്ലോ. ലേണേഴ്സ് എടുത്ത് 6 മാസത്തിനകം ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ വീണ്ടും ലേണേഴ്സ് എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. ദിവസം 30 ടെസ്റ്റ് ആകുമ്പോൾ അതിൽ പുതിയ ടെസ്റ്റ് 20 മാത്രമാണ്. തോറ്റവർക്കുള്ള ടെസ്റ്റാണ് 10 ഇതിനൊരു പോകുമ്പോഴും വേണ്ടേ? എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ അങ്ങനെ കൂടുതൽ ടെസ്റ്റ് നടത്തിയാൽ പുതിയ രീതിയിലുള്ള ടെസ്റ്റ് ഈ അപേക്ഷിക്കുന്നവർക്കെല്ലാം നടത്താനാകുകയും ചെയ്യും. പക്ഷെ അത് നടക്കുന്നില്ല, അത് നടപ്പിലാകുന്നില്ല. പകരം 30 ടെസ്റ്റുകളിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 60 മുതൽ 120 വരെ ടെസ്റ്റ് നടക്കുന്നിടത്താണ് 30 ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതി എന്നുള്ള മന്ത്രിയുടെ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉട്ടോപ്യൻ നയങ്ങളൊക്കെ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്? ഗണേഷ് കുമാറിന് കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തും. നിങ്ങളുടെ നല്ലൊരു മന്ത്രിയാണ്, ഇല്ല എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ ആ മന്ത്രി പദവി എന്നുള്ളത് വെറും ആലങ്കാരികമായി മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഉട്ടോപ്യൻ നയങ്ങൾ. ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലൊക്കെ നിങ്ങളുടെ ഇടപെടലുകളുടെ ആവശ്യമെന്നാണ്. മോട്ടോർ വാഹന വകുപ്പ് അത് വളരെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നു, മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നതാണ്. അത്തരത്തിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളിലൊക്കെ മന്ത്രിയുടെ ഇടപെടൽ എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ഷോ കാണിക്കരുത്. നിങ്ങളെ ഒരു നല്ല മന്ത്രി എന്ന്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇവിടെയുണ്ട്. ആ വിഭാഗത്തെ കൂടി നിങ്ങൾ വെറുപ്പിക്കരുത്. പൊതുസമൂഹത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയില്ലായ്മ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന പത്തനാപുരത്തുകാർ പോലും നിങ്ങളെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. കേരളത്തിൽ മറ്റൊരിടത്തും മത്സരത്തിന് നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും ലഭിക്കാത്തൊരു ബ്രാക്കറ്റ് പാർട്ടിയാണ് താങ്കളുടെ നിന്ന് താങ്കൾ മറന്നു പോകരുത്. താങ്കളെ ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിരിക്കുന്ന ഒരു വിഭാഗം ഈ പത്തനാപുരത്തുകാരാണ്. ആ പത്തനാപുരത്തുകാരോടെങ്കിലും ഒരല്പം കൂറുണ്ടെങ്കിൽ, അവരുടെ വോട്ടിലാണ് മന്ത്രിയായി ഞെളിഞ്ഞ് ജീവിക്കുന്നതെന്ന് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരോടെങ്കിലും ഒരല്പം നേര് പറയുക, അവരോടെങ്കിലും നിങ്ങൾക്ക് അവരോടുള്ള കൂറ് പുലർത്തുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിനിടയിലേക്ക് നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. മോട്ടോർ വാഹന വകുപ്പ് അത് വളരെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് വലിയ കർശന നിർദ്ദേശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം. ഇതുവരെ ലൈസൻസ് കിട്ടിയവരൊക്കെ മണ്ടന്മാരാണ്. താങ്കളടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് സിസ്റ്റത്തിലൂടെയാണല്ലോ ഡ്രൈവർമാരായി മാറിയത്, ഡ്രൈവിംഗ് ലൈസൻസ് സ്വീകരിച്ചത്. എന്നിട്ട് പുതിയ ഒരു സംവിധാനത്തിലേക്ക് കടക്കുവാൻ നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ഉട്ടോപ്യൻ നയങ്ങൾ
പുതിയ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ അതൊന്നുമല്ല കാര്യം. ജനവിരുദ്ധത അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുള്ള ഒരു സർക്കാരിൽ ഒരു മന്ത്രിയായി ചാർജ് എടുക്കുമ്പോൾ ആ മന്ത്രിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുന്നു എന്ന് തോന്നൽ വരുത്തുന്നതിന് വേണ്ടി താങ്കൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഉട്ടോപ്യൻ നയങ്ങൾ നിങ്ങളുടെ വെറും വൺ മാൻ ഷോ ആണെന്ന് പറയേണ്ടി വരുന്നു. ഇങ്ങനെയൊന്നും വേണ്ട. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങളുടെ പേരുകൾ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും ഈ ജനങ്ങൾ. ഒരു മാസത്തെ ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത KSRTC, അവിടെ ഇന്നും പെൻഷൻ ലഭിക്കാതിരിക്കുന്ന പാവപ്പെട്ട KSRTCയിലെ ജീവനക്കാർ, ഇവരുടെ കാര്യങ്ങളിൽ ഒരു നയപരമായ തീരുമാനമെടുക്കൂ. എന്നിട്ട് ആ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ആ ജീവനക്കാരെ ആദ്യം സ്വന്തം കൈകളിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ. അങ്ങനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ വഴിയിൽ കൂടി പോകുമ്പോൾ ഈ മേയറുടെ കൂടെയുള്ള ഭർത്താവായിട്ടുള്ള MLA അടക്കമുള്ളവർ നിങ്ങളുടെ KSRTCക്കകത്തുള്ള ഡ്രൈവർമാരെ അടക്കം കയറി മേയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ലായിരുന്നു. ആദ്യം നിങ്ങളുടെ ജീവനക്കാരെ കൃത്യമായി നിലയ്ക്ക് നിർത്തുവാനും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാനും അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുവാനും ആ സിസ്റ്റത്തിന് KSRTC എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനെ രക്ഷപ്പെടുത്തിയെടുക്കുവാനും ശ്രമിക്കൂ. എന്നിട്ട് നമുക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ വലിയ സംവിധാനങ്ങളിലേക്ക് പോകാം. വെറുതെ മണ്ടത്തരങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ എളിഭ്യനാകാതിരിക്കുക. നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിക്രിയകളൊന്നും ഈ കേരള സംസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക.